സൗമ്യ വധക്കേസിലെ മുഖ്യപ്രതി ചാർലി തോമസിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാൻ തീരുമാനം. കൊടുംകുറ്റവാളികളെ പാർപ്പിക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ പര്യാപ്തമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നടപടി. വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനാണ് നീക്കം. അതേസമയം ജയിൽ ചട്ടങ്ങളിൽ ചാർലി തോമസിന് ഇളവ് നൽകിയിരുന്നു എന്ന സംശയവും ബലപ്പെടുന്നു. നിശ്ചിത കാലയളവിൽ മുടി മുറിക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിന് സഹായകരമായത് രൂപമാറ്റമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചാർലി തോമസിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തിരുവനന്തപുരം വിയൂർ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം കണ്ണൂർ സുരക്ഷിത ജയിലല്ല എന്നുള്ള വിലയിരുത്തലാണ്. മറ്റൊന്ന്, കണ്ണൂരിൽ നിന്നും ജയിൽ ചാടാൻ ചാർലി തോമസിന്, അതായത് ഗോവിന്ദചാമി എന്നറിയപ്പെടുന്ന ചാർലി തോമസിന് എല്ലാവിധ സഹായങ്ങളും അധികാരികൾ, ജയിൽ അധികൃതർ നൽകിയിരുന്നു എന്നുള്ളതാണ്. കാരണം മുടി മുറിക്കണം തുടങ്ങിയ ചട്ടങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. അപ്പോൾ ചാർലി തോമസിനെ ജയിലിനുള്ളിൽ തന്നെ ജയിൽ ജീവനക്കാർ തന്നെ സഹായിച്ചു. ഇത്തരം കാര്യങ്ങളല്ലേ പുറത്തു വരുന്നത്? ടിൻഡു ദാസ്. തീർച്ചയായിട്ടും വിനോദം, നമുക്ക് അപ്പുറത്തെ ഒരു സംശയം അല്ലെങ്കിൽ മുന്നിൽ വെക്കേണ്ടി വരും. കാരണം വ്യക്തമായിട്ടുള്ള ജയിൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം 1 മാസത്തിൽ കൂടുതൽ തടവിൽ കഴിയുന്ന ഒരു തടവ് പുള്ളി അല്ലെങ്കിൽ ഒരു പ്രതി ജയിലിൽ നിഷ്കർഷിക്കുന്ന വ്യക്തമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ അന്തേവാസിയായിട്ട് പാർക്ക് ചെയ്യേണ്ടതെന്ന് നിയമം നിലനിൽക്കുകയാണ്. കാരണം ആ ചട്ടത്തിൽ പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1 മാസത്തിൽ കൂടുതൽ ഒരു പ്രതി ജയിലിൽ തുടരുകയാണെങ്കിൽ അയാളുടെ മുടി പച്ച വെട്ടിയിരിക്കണം. അതായത് മുടി പച്ച വെട്ടി എല്ലാ ദിവസവും ഒരേ അയാളുടെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ അയാളുടെ ഒരേ രൂപസാദൃശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മുടി പച്ച വെട്ടി സ്ഥിരമായിട്ടുള്ളൊരു ഒരു രൂപം മാറ്റം, സ്ഥിരമായിട്ടുള്ള രൂപം നൽകേണ്ടതുണ്ട്. പക്ഷേ ഗോവിന്ദസ്വാമിയുടെ അല്ലെങ്കിൽ ചാർലി തോമസിന്റെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആ രക്ഷപ്പെട്ട് അയാളെ അല്ലെങ്കിൽ പ്രതിയെ പിടികൂടുമ്പോഴും ഉള്ള സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അയാളുടെ രൂപത്തിലുള്ള മാറ്റം. അതായത് മുടി വളർത്തിയിട്ടുള്ള മുടി ചട്ടത്തിൽ പറയുന്ന രീതിയിൽ വ്യക്തമായിട്ട് വെട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ താടി വളർത്തിയിട്ടുണ്ട്. ചട്ടത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ കുറച്ചധികം കുടുംബ കെട്ടാനുള്ള മുടി വളർത്താനോ അല്ലെങ്കിൽ കുറച്ച് നീളത്തിൽ മുടി വളർത്താനോ ഉള്ള ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു അയവ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയാണെങ്കിൽ താടി വളർത്താനുള്ളൊരു അയവ് ചട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന് ജയിലിനുള്ളിലുള്ളവർ സഹായം നൽകിയതെന്ന് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്. ചാർലി തോമസിനെ കണ്ണൂർ ജയിലിൽ നിന്നും തൃശ്ശൂർ വിയൂറിലേക്ക് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനാണ് നിലവിലിപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കണ്ണൂർ ജയിലിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നാണ് ജയിൽ വകുപ്പിന്റെ വിലയിരുത്തൽ. കാരണം കണ്ണൂരിലെ അതീവ സുരക്ഷാ സെല്ലായിട്ടുള്ള 10-ാം നമ്പർ സെല്ലിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ഈ കമ്പി കാലങ്ങളായിട്ട് ശ്രമകരമായിട്ട് പണിപ്പെട്ടുകൊണ്ട് കമ്പി വളച്ച് പിന്നീട് ജയിലിന്റെ മതിൽ ചാടിയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അത് അവിടെ കണ്ണൂർ അതീവ സുരക്ഷ ഇല്ല എന്നൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂർ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനായിട്ട് ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഈ ചട്ടത്തിൽ പറയുന്ന പോലെയുള്ള നിയമാവലികൾ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ചാർലി തോമസിന്റെ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. അത്തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് പ്രാഥമിക ദൃഷ്ട്യാ തന്നെ മനസ്സിലാകുന്നുണ്ട്. മുടി വെട്ടിയിട്ടില്ല, അതോടൊപ്പം തന്നെ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള രൂപം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വിനോദ്, തീർച്ചയായും ചാർലി തോമസ് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. ജയിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് അയാൾ തടവിൽ കഴിഞ്ഞത്. മുടി വളർത്തിയിരുന്നു, താടി വളർത്തിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ജയിലിൽ കഴിയാൻ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. പിന്നെ ചാർലി തോമസിന് ഇതെങ്ങനെ പ്രത്യേകമായി അനുവദിച്ച് കിട്ടി, ആരാണ് ഇതിന് അനുവാദം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരം കടുത്ത ജയിൽ ചട്ട ലംഘനങ്ങളാണ് ചാർലി തോമസിന് വേണ്ടി നടത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കണ്ണൂരിലെ സെൻട്രൽ ജയിൽ സുരക്ഷിതമല്ല, അതുകൊണ്ട് തൃശ്ശൂരിലെ വിയൂർ ജയിലിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്.